ഹലോ, മൈ നെയിം ഇസ് അനു. അപ്പോൾ നമ്മൾ 50 Days 50 Good Stories എന്ന ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 1. അപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിലിട്ട് പോകും. 2012 ബി നിലവറ ഒഴിച്ച് ബാക്കി എല്ലാ നിലവറയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുറന്നപ്പോൾ അവർ കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണ കട്ടകളും വിഗ്രഹങ്ങളും യജ്ഞങ്ങളും ഒക്കെ ആയിരുന്നു. അന്ന് അവർ അതിനെ കണക്കെടുക്കാൻ തന്നെ 12 ദിവസം സമയം അവർക്ക് എടുത്തു. അന്ന് അവർ ആ കണക്കെടുത്തപ്പോൾ 1.2 ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ളതാണ് അവർക്ക് അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചത്. അങ്ങനെ ബി നിലവറ തുറക്കാൻ വേണ്ടി അവർ പോയപ്പോൾ അവർ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ബി നിലവറ തുറക്കാൻ ഒരു താക്കോലോ ഒന്നും തന്നെ ഇല്ല. അത് ബലപ്രയോഗിച്ച് തുറന്നാൽ തലസ്ഥാനം തന്നെ വെള്ളത്തിലായി പോകുമെന്നും രാജകുടുംബം സുപ്രീം കോടതിയിൽ പറയുകയും അവർ അത് തടയുകയും ചെയ്തു. അങ്ങനെ മിത്തോളജി പ്രകാരം ഈ ബി നിലവറ തുറക്കണമെങ്കിൽ ഗരുഡ മന്ത്രം ഒരു പ്രത്യേക രീതിയിൽ ആരംഭിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന സൗണ്ട് വൈബ്രേഷനിൽ നിന്നാണ് ബി നിലവറ താനെ തുറക്കുമെന്നാണ് പറയുന്നത്. മുമ്പ് എപ്പോഴെങ്കിലും ബി നിലവറ തുറന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഗോപാൽ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിയോഗിക്കുകയും അയാളുടെ റിപ്പോർട്ടിൽ അയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ 7 തവണ ബി നിലവറ തുറന്നിട്ടുണ്ടെന്നും അതിൽ അവസാനം തുറന്നതെന്ന് പറഞ്ഞ് 1881-ലാണെന്നുമാണ് പറയുന്നത്. ബി നിലവറ അന്ന് തുറക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവൻകൂറിന് എന്തെങ്കിലും സാമ്പത്തികമായി അവസ്ഥ സംഭവിക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള വിലപിടിപ്പുള്ള സാധനം എടുത്താണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് തോന്നുന്നതെന്ന് താഴെ കമന്റ് ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത കാണാം.